വജ്ര രചന ഹിമാനവി അവതരണം ഷാവുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. പ്രണവായിട്ട് അഭിനയിച്ചവർ അത് പറഞ്ഞു തീർക്കും മുമ്പേ നിരനിരയായി നിരത്തിയിരുന്ന ആ ഒരുത്തരുടെയും ബൈക്കുകൾ വലിയ ശബ്ദത്തോടെ ചെരിഞ്ഞു വീണു. എല്ലാവരും സംഭവിച്ചെന്നറിയാ കുറച്ചു നേരത്തെ ഞെട്ടിൽ പകച്ചിൽക്കുമ്പോൾ കണ്ണിലും മനസ്സിലും കലിക്കോമനം തുള്ളി അവരുടെ നേർക്ക് ഓടിയെടുത്ത എല്ലാത്തിന്റെയും നെഞ്ചിൻ കൂട് തകർക്കാൻ പാഞ്ഞെടുത്ത പ്രണവും പാതി വഴിയിൽ കാല് വലിച്ചു കിട്ടിയണക്കെ സ്തബ്ധനായി നിന്നു. അപ്പുറം കാണുന്ന കാഴ്ചയിൽ അത്ര നേരം ചുളിഞ്ഞ അവന്റെ നെറ്റിയഞ്ഞു പൂർവ്വസ്ഥിതിയിലായി. അലസമായി ആദ്യം നോട്ടം മാറ്റിയെങ്കിലും വീണ്ടും രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ആ മുഖത്തേക്ക് തന്നെ നോക്കി. അതുവരെ നാടകം കളിച്ച അഭിനേതാക്കളുടെ അടുത്തേക്ക് പ്രണവ് നടന്നു. എബിൻ അല്പം പതിരിക്കൊണ്ട് അതിലൊരുത്തം പതിഞ്ഞ ശബ്ദത്തിൽ പറയുമ്പോൾ മറ്റുള്ളവർ ഉള്ളുകൊണ്ടൊന്ന് പകച്ചു. കോളേജിന് മുൻവശത്ത് കൂട്ടുകാരോട് സംസാരിച്ചും ഫോണിൽ ബിസിയായി നിന്നുകൊണ്ട് അവൻ ഈ സ്ക്രീനിലെത്തില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് പ്രണവിന് നേരെ ഇങ്ങനൊരു മൂവ്മെന്റ് നടത്തിയത്. തീർക്കാൻ കണക്ക് ഒരുപാടുണ്ടായിരുന്നു. ഒക്കെയും അവളുടെ പേരിൽ, അവളെ ചുമ്മാ നോക്കിയതിന്റെ പേരിൽ, അർത്ഥം വെച്ച് കളിയാക്കിയതിന്റെ പേരിൽ, കുത്തിപ്പറഞ്ഞ് രസിച്ചതിന്റെ പേരിൽ. എത്ര തവണ മൊത്തം കുട്ടികളുടെ മുന്നിലിട്ട് നാണം കെടുത്തി കയ്യാങ്കളിയിൽ എത്തിച്ചിട്ടുണ്ട് പ്രണവ്. കിട്ടിയിട്ടുണ്ട് തങ്ങൾ ഓരോരുത്തർക്കും. ഓരോന്നിനും മറുപടി കൊടുക്കാതെ ഈ ക്യാമ്പസ് വിട്ടു പോയില്ലെന്ന് ഉറപ്പിച്ചതാണെന്നോ. പക്ഷേ എബിൻ കാര്യത്തിന് മാത്രം ശബ്ദമുയർത്തുന്നവനാണ്, ന്യായം നോക്കി കൈയുയർത്തുന്നവനാണ്. അതിപ്പോ മുന്നിൽ നിൽക്കുന്നവൻ ശത്രുവായാൽ പോലും ആരുടെ ഭാഗത്ത് നേരുണ്ടോ അവർക്ക് വേണ്ടി നിൽക്കുന്നവനാണ്. അനുഭവമുള്ളതാണ്. തങ്ങൾ റാഗിംഗ് നടത്തിയെന്ന അപവാദം പരത്തി ആരൊക്കെ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണയുടെ പേരിൽ പ്രിൻസിപ്പാളിന് മുമ്പിൽ വലിയൊരു വിചാരണ നേരിട്ടപ്പോൾ തെളിവും സാക്ഷികളുമായി വന്ന് രക്ഷിച്ചിട്ടുണ്ട് എബിൻ. അന്നാണ് തങ്ങളെ പലപ്പോഴായി പല കുരുത്തക്കേടുകൾക്കും വാണിംഗ് തന്ന് അപമാനിച്ചിരുന്ന അവനോട് അന്നുവരെ ഉണ്ടായിരുന്ന കാലുഷ്യം മാറിയതും അവൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞതും. കലി വന്ന എബിനെ ഭയക്കണം. പ്രത്യേകിച്ച് വജ്രയോടുള്ള അവന്റെ ശക്തമായ പ്രണയം തെരുവിൽ വലിച്ചിഴച്ചു നിൽക്കുന്ന ഈ നേരത്ത് അവനെ നോക്കാൻ തന്നെ ഭയക്കണം. എല്ലാവരുടെയും തൊണ്ട വരണ്ടുപോയിരുന്നു. കയ്യിലെ ഹോക്കി സ്റ്റിക്കിൽ പിടിമുറിക്കാവന്മാർ ഏഴുവരെയും തറപ്പിച്ച് നോക്കി അരികിലേക്ക് വരുന്ന എബിനെ പ്രണവ് നോക്കി നിൽക്കുകയാണ്. ആ മുഖത്തെ ദേഷ്യം അന്യമല്ല തനിക്ക്. അതിനപ്പുറം തിരികെ കാണിച്ച് മുരണ്ട് നിന്നിട്ടുണ്ട് താൻ. പക്ഷെ ഈ ശൗര്യം അവൻ അധികാരത്തോടെയാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നതെന്നോർക്കെ ഉള്ളി ഇപ്പോഴും കിടന്ന് വേവുന്നു. അതിലല്ല കാര്യം. ഇപ്പോൾ വജ്രയെ പറഞ്ഞ വാക്കുകൾക്ക് മറുപടി കൊടുക്കാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം നിന്നിരിക്കും താൻ. ഒന്നുപോലും കുറയാതെ കൊടുക്കാൻ ഒപ്പമുണ്ടാവും താൻ. വജ്ര അവൾക്ക് വേണ്ടി ഇന്നോളം പൊരുതിയിട്ടേ ഉള്ളൂ. ആ പേരൊരാൾ പറയുമ്പോൾ പോലും തൻ്റെ എന്ന് കൂട്ടിച്ചേർത്തിരുന്നെന്നും മനസ്സ്. ആ അവളെയാണ് ഇവന്മാര്. മനസ്സിൽ ആക്രോശിച്ച് ചുവട് വയ്ക്കും മുന്നേ തലച്ചോറിലെ ഒരു സംശയത്തിന്റെ മുളപൊന്തി. ഇനി ഇത് ഇവന്റെ നാടകമാണോ? ഇവന്മാരെ വെച്ച് കളിച്ചതാണോ? ഇവരെ കൂടുതലായി എബിൻ മാത്യൂസിനോട് ചായവുള്ളവരാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അവന്റെ മനസ്സിന്റെ അഹങ്കാരാണോ ഇവരുടെ പറഞ്ഞു തീർത്ത്? ആ ചിന്തയിൽ തന്നെ പ്രണവിന്റെ കൈമുഷ്ടി ചുരുണ്ടു. ദയിപ്പിക്കുമ്പോൾ എബിയെ നോക്കി ശബ്ദമുയർത്താൻ തുടങ്ങും മുമ്പേ ഒരുത്തന്റെ ബൈക്കിന്റെ ഗ്ലാസ് ചിന്ന ഭിന്നമായി. ഞെട്ടലോടെയാണത് കണ്ടത്. ഹോക്കി സ്റ്റിക്ക് കൊണ്ട് എല്ലാ ബൈക്കിന്റെയും ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച് തലങ്ങും വിലങ്ങും ബൈക്കിൽ വീശിയടിച്ച് കലി തീർക്കുന്ന എബിനെയും ഒരക്ഷരം മിണ്ടാതെ ഒതുങ്ങി തലകുമ്പിട്ട് നിൽക്കുന്നവരെയും കണ്ണുമിഴിച്ച് നോക്കിപ്പോയി പ്രണവ്. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ദേഷ്യം നടങ്ങിയപ്പോൾ ഹോക്കി സ്റ്റിക്ക് നിലത്തേക്ക് കുത്തി മുഖമുയർത്തി ഏഴുപേരെയും ദയിപ്പിച്ച് നോക്കിയ എബിൻ നടന്നു വന്ന് പ്രണവിന് അരികിലായി നിന്നു. ഇനി ബാക്കി പറ, കേൾക്കട്ടെ ഞാൻ. അടക്കി പിടിച്ച് ഗർജിക്കുന്ന പോലെയായിരുന്നു അത്. പ്രണവ് തലയരിച്ച് എബിയെ നോക്കി. നെറ്റിയിലെ ഞരമ്പുകൾ തെളിഞ്ഞു കാണാം. എതിരെ നിൽക്കുന്നവർ ഉമിനീരിറക്കി വിളറി നിൽക്കുന്നുണ്ട്. അതേബി ഞങ്ങൾ വെറുതെ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ അവന്റെ കോളിൽ പിടിച്ചു വലിച്ച് ഷെഡിന്റെ ചുമരോട് ചേർത്ത് വെച്ചിരുന്ന എബിൻ. നിന്റെയൊക്കെ പുഴുത്ത നാവുകൊണ്ട് അവളുടെ പേര് പോലും ഇനി പറയാൻ തുനിഞ്ഞ സസ്പെൻഷൻ അല്ല ഡിസ്മിസൽ വാങ്ങി പുറത്തേക്ക് പോകാൻ മടിക്കില്ല ഞാൻ. നിന്നെയൊക്കെ പാതി ചത്ത പോലെ ആക്കിയിട്ട് കേട്ടോ. ആലച്ചയിൽ പ്രണവ് പോലും ഞെട്ടിയെന്നാണ് സത്യം. പക്ഷെ പുറമേ കാണിച്ചില്ല. പരിയാസഭാവം പുറത്തെടുത്ത് എബിന്റെ കൈകൾ ചുമരോട് ചേർന്ന് നിൽക്കുന്നവനെ പിടിച്ചു വലിച്ച് സ്വതന്ത്രനാക്കി കോളറൊക്കെ ശരിയാക്കിയ ശേഷം ആ മുഖത്തേക്കൊന്ന് നോക്കിയ ശേഷം പുച്ഛത്തോടും ചിരിച്ചു. നിമിഷാർദ്ധത്തിൽ അവന്റെ കൗളിൽ കുത്തി പിടിച്ചുകൊണ്ട് പല്ലിറുമി. അതേടാ, ഒരു പരുന്നിനും കൊടുക്കാതെ ചിറകിനടിയിൽ തന്നെയാണ് ഞാൻ അവളെ ചേർത്ത് നിർത്തിയത്. അന്നും ഇന്നും ഇനി എന്നും അതുപോലെ കാവലായി ഈ പ്രണവുണ്ടാവും. എബിനെ നോക്കി തന്നെയാണ് അവസാന വാചകം അവൻ പറഞ്ഞത്. ആ ചുണ്ടിന്റെ കോണിൽ ഒരു പരിഹാസിച്ചിരി മിന്നിയോ. കുറുകിയ കണ്ണുകൾ മുന്നിൽ നിൽക്കുന്നവനിലേക്ക് തന്നെ പറിച്ചു വെച്ചു. നിന്റെയൊക്കെ വായിൽ നിന്ന് വീണ ദൂഷിപ്പിന് മറുപടി തരേണ്ടത് ഇങ്ങനെയല്ല ശരിക്ക്. പക്ഷെ കൊമ്പ് ഓർക്കുന്നവന് ഒപ്പത്തിനൊപ്പം നിൽക്കാനുള്ള അന്തസ്സും കഴിവും വേണം. നീ ഇനി പുതിയൊരു ജന്മെടുത്ത് വന്നാൽ പോലും ആ പറയുന്ന അന്തസ് നിനക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. ഇനിയൊരു വാണിംഗ് ഇല്ല, ഇത് അവസാനത്തേതാ. നീ കാണിയാക്കി എന്റെ 6ാം വിരൽ മുറിച്ചെടുത്ത് വായ്ക്കരിയായി നിന്റെ അണ്ണാക്കിലോട്ട് കുത്തിക്കേറ്റു ഞാൻ. ആകാരത്തിൽ ചത്തുമലച്ച് കിടക്കണോ അതോ സമയമാകുമ്പോ പോണോന്ന് ആലോചിച്ച് തീരുമാനം. അവന്റെ കവളിരിക്കുന്ന കൈ അവിടെ നിന്ന് ഞെരിച്ച് മുഖം സൈഡിലേക്ക് തള്ളി പിൻവാങ്ങുമ്പോൾ അവന്മാര് കണ്ണുറുക്കി നോക്കിയിരുന്നു. എബിൻ ചൂണ്ടുവില ഉയർത്തി വാൺ ചെയ്യുമ്പോൾ സോറി എന്നവർ പലകുറി പറയുന്ന കേട്ട് ചെറുതല്ലാത്ത അമർഷം തോന്നായിരുന്നില്ല പ്രണവിന്. ആ തെമ്മാടികൾക്ക് വരെ അവനുള്ള ഈ സമീപനം കൗതുകത്തോട് ഓർക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇതവന്റെ ഷോ ആണോ എന്ന സംശയം കനലായി കിടന്നിരുന്നു.
ആ ഷെഡിൽ നിന്ന് പുറത്തിറക്കുന്ന നേരം കറങ്ങി മറിഞ്ഞ മനസ്സിന്റെ റിയാക്ഷൻ എന്ന പോലെ അവസാനം വീണെടുക്കുന്ന ബൈക്കിൽ ആഞ്ഞൊന്ന് ചവിട്ടി മുന്നോട്ട് നടക്കുമ്പോൾ പിന്നിൽ നിന്ന് ആ വിളി കേട്ടു. ഓയ് ഒന്ന് നിക്കണേ, ഞാനും അങ്ങോട്ടല്ലേ. അരികിൽ വന്ന് ഇന്ന് ചിരിക്കുന്ന എബിനെ കാണെ വീണ്ടും അസ്വസ്ഥത തിങ്ങി നിറഞ്ഞു. ഇഷ്ടമില്ലാത്ത പൂച്ചയെ കൊണ്ടുപോയി കളഞ്ഞാലും തിരികെ വന്ന് മുട്ടുരുമി നിൽക്കുമ്പോൾ വരുന്ന ഒരു തരം അസ്വസ്ഥതയും കലിയും. മുഖം ചരിച്ചു നോക്കിയപ്പോൾ നല്ല വെടിപ്പായി ചിരിക്കുന്നു. ഇതൊക്കെ ആദ്യമായി സഹിക്കേണ്ടി വന്ന ഫ്രസ്ട്രേഷൻ എന്തൊരു ആക്രമമാണ്. എന്നാൽ ഒന്നും പറയാതെ വയ്യ. ഇവന്റെ ഈ ചിരി വല്ലാത്തൊരു ഭംഗിയുണ്ട് അതിന്. അടുത്ത് നിന്നിങ്ങനെ ഇത് കാണുന്ന ആദ്യമല്ലേ. ഇത്ര നാളും പോരി വിളിച്ച് ശബ്ദമുയർത്തി പോരും നേരം ചിരി പോയിട്ട് അവന്റെ നോട്ടം കാണുമ്പോൾ തന്നെ ടെമ്പർ തെറ്റും. ഇപ്പോഴും കരി വരുന്നുണ്ടായിരുന്നു. പ്രകടിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ക്ഷമിച്ചിരുന്നപ്പോൾ അറിയാതെ ശ്രദ്ധിച്ചു പോയതാണ്. ഞാനൊരു നാടകം കളിച്ച് മനഃപൂർവ്വം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തതെന്നല്ലേ ഇപ്പോൾ അളിയന്റെ കൺഫ്യൂഷൻ. ബാഗ് ഒരു കയ്യിലൂടെ തോളിലേക്ക് കയറ്റി വെച്ച് ചിരിയോടെ ചോദിച്ച പിന്നെ ഞെട്ടലോടെ നോക്കുമ്പോൾ മനസ്സ് വായിക്കാനുള്ള യന്ത്രം വല്ല ഈ നാശം പിടിച്ചവന്റെ കയ്യിലുണ്ടോ എന്നാണ് പ്രണവ് ഓർത്ത്. ഒരു സെക്കൻഡിന് ശേഷം ആ വിളിയും. അളിയൻ രക്തം തിളക്കുന്നു. ഊർന്നു കിടക്കുന്ന ഇടം കൈ മുഷ്ടി ചുരുണ്ടു. വജ്രയുടെ സഹോദരനാണ് നീ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അവൻ. മറക്കരുതെന്ന് ശാസിക്കുകയല്ലേ ആ കണ്ണുകൾ. കുത്തി മുറിവേൽപ്പിക്കുകയല്ലേ ആ കണ്ണിലെ കുസൃതി. നിന്റെ അമ്മൂമ്മയുടെ കുഞ്ഞമ്മയുടെ അത് അവന്റെ ഒരു അളിയൻ. ഒരുപാട് നെകളിക്കരുത് നീ ഒരു ബിഗ് സീറോ ആണെന്ന് തെളിയും വരെയുള്ളൂ ഈ ചിരിയിൽ കാണുന്ന അഹങ്കാരത്തിന്റെ ആയുസ്. എന്റെ വജ്രം നിന്റെ ചതിയോർത്ത് കരയുന്ന ദിവസം ആ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും കൗണ്ട് ചെയ്ത് നിന്നെ അനുഭവിപ്പിക്കും ഞാൻ. ഇന്ന് നീ അനുഭവിക്കുന്ന സന്തോഷം എന്റെ ദാനമാ. എന്റെ വജ്രയ്ക്ക് വേണ്ടി ഞാൻ നിനക്ക് തന്ന ദാനം. മനസ്സിലോർത്തത്രയും മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടെന്ന് അറിഞ്ഞില്ല അവൻ. എന്റെ കർത്താവേ, എന്നെ ശപിച്ച് ഭസ്മാക്കി കളയോ നീ? ഒന്ന് നിർത്തി ചീത്ത വിളിക്കേണ്ട പ്രണവേ. ചിരി നിർത്തുന്നില്ല അവൻ. പ്രണവ് പതിരിപ്പോയെന്ന സത്യമാണ്. അത് മറച്ചു വെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ കൈ രണ്ടും പിണച്ചു വെച്ച് പരിഹാസ ചിരിയോടെ എബിനെ നോക്കി. എന്റെ കൺക്ലൂഷൻ തെറ്റാണെങ്കിൽ നിന്റെ ഈ ചിരി ഇങ്ങനെ തന്നെ ഉണ്ടാവും. അതെല്ലാം മറിച്ചാണെങ്കിൽ ചിരിക്ക് ഞാനൊരു കളറ് ചാർത്തി തരും. ചുവപ്പ്. എന്റെ കൈയുടെ ചൂടിലുണ്ടായ ചുവപ്പ്. ആ കണ്ണിൽ തറപ്പിച്ചു നോക്കി പറഞ്ഞിട്ടും മനോഹരമായൊരു ചിരിയായിരുന്നു മറുപടി. പ്രണവിന്റെ പുരികക്കൊടികൾ വളഞ്ഞു. ഞാൻ തെറ്റാണെന്ന്, അല്ലെങ്കിൽ എന്റെ സ്നേഹം ചതിയായിരുന്നെന്ന് എനിക്ക് ബോധ്യം വന്നാൽ, നീ തെളിയിച്ചാൽ, നീ തരുന്ന പണിഷ്മെന്റ് അതിനി മരണമാണെങ്കിലും എബി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. ഉറച്ച ദൃഢമായ വാക്കുകളിൽ ഉള്ളിലെവിടെയോ ഒരു മൺതെരിയോളം ചാഞ്ചാട്ടം അറിഞ്ഞോ. കണ്ണുപിടപ്പിച്ചുകൊണ്ട് സമ്മതിക്കാൻ തയ്യാറാവാതെ ചെരിഞ്ഞു നിന്നവൻ. ഇനി ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെ അംഗീകരിച്ചുകൊണ്ട് നീ ഇപ്പൊ കാണിക്കുന്ന ഈ അടിയറവിൽ വീണ്ടും മായം കലർന്നെന്നും ഇനി അവളെ മറ്റൊരു ഷോക്കിലേക്ക് തള്ളിയിടാൻ പോകുന്ന മോഹൻഖാൻ ഉള്ളിനെയും വളർത്താൻ വാശിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഞാനെങ്ങനെയാണ് പ്രതികരിക്കുന്ന അറിയോ പ്രണവ് നിനക്ക്? തന്റെ മുമ്പിൽ കയറിയൊന്ന് ചിരിയോടെ എന്നാൽ മൂർച്ചയോടെ ചോദിച്ച ചോദ്യം കേട്ട് പ്രണവ് കൂർപ്പിച്ച് നോക്കി. അവളൊരു നോക്ക് കാണാൻ കൂടി പിന്നെ നിനക്ക് കിട്ടില്ല. സമ്മതിക്കില്ല ഞാൻ. പ്രണവ് എന്നൊരു ഓർമ്മ പോലും ആ മനസ്സിലുണ്ടാവാൻ തുടച്ച് നീക്കിയിരിക്കും. എന്റേതാക്കി കൊണ്ടുപോകും ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ. കല്യാണപ്രായമായോ ഇല്ലെന്നൊന്നും ചിന്തിക്കില്ല ആ നേരത്ത്. ആളുടെ വീട്ടുകാർക്ക് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തോട് ഒരു എതിർപ്പുണ്ടാവില്ലെന്ന് എന്നെക്കാൾ നന്നായിട്ട് നിനക്കറിയാലോ. ഇനിയും മനസ്സകർന്നു പോയാ ഭ്രാന്തിയായി പോകുമ്പോൾ ഈ എബിൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ വജ്ര ആ സ്റ്റേജിലേക്ക് എത്തില്ല. നിനക്കുള്ള ശിക്ഷ വിധിക്കുന്നത് ശരീരത്തിൽ കൈവച്ചാവില്ല, മറിച്ച് അവളുടെ ഓർമ്മയിൽ നിന്ന് പോലും നിന്നെ എടുത്തു മാറ്റിയായിരിക്കും. ആ അവഗണനയിൽ നീ നീറി ചത്ത് ജീവിക്കും. അതിലും വലിയൊരു ശിക്ഷ തരാനില്ല നിനക്ക്. നല്ല ബോധ്യമുണ്ട് എനിക്കത്. പറഞ്ഞിരുത്തുമ്പോഴും ചെറിയ ഉണ്ടായിരുന്നു എബിന്റെ മുഖത്ത്. പക്ഷേ പ്രണവിന്റെ നെഞ്ച് കലങ്ങി പറഞ്ഞിരുന്നു. അതിന്റെ പ്രതിഫലം എന്നോണം കണ്ണു നിറഞ്ഞു. വീണ്ടും താൻ തളർന്നു പോകുന്നത് ഇവിടെയാണ്. എത്ര ധൈര്യം സംഭവിച്ചാലും എന്റെ വജ്ര എന്നവൻ നാവിൽ നിന്ന് വീഴുന്ന ഓരോ സെക്കൻഡിലും മരിച്ചു വീഴുകയാണ് മനസ്സിന്റെ ഓരോ അണുവും. കണ്ണീരിനൊപ്പം കലിയും കണ്ണിൽ ആളിക്കത്തി. അടുത്ത സെക്കൻഡിൽ എബിൻ അവന്റെ കൈത്തണ്ടയിൽ പതിയെ പിടിച്ചു. ശരീരം ചെറുതായെങ്കിലും മുലഞ്ഞപ്പോൾ ശ്വാസിച്ച് നിർത്തിയിരുന്നെങ്കിലും കണ്ണിൽ നിന്ന് നടന്നു വീണ ഒരു തുള്ളി. ആ ഇഷ്ടം ഇനിയൊരു മുളപൊട്ടിലെന്ന് ഉറപ്പോടെ വലിച്ചെറിഞ്ഞ് നീ അവളോട് കാണിക്കുന്ന സൗഹൃദത്തോട് എനിക്ക് എന്നും റെസ്പെക്റ്റ് ഉണ്ടാവും. അവളുടെ സന്തോഷമാണ് നീയും ബഷീർ നിങ്ങളുടെ കറകളഞ്ഞ സ്നേഹവും ഫ്രണ്ട്ഷിപ്പും. ആ സന്തോഷം അവൾക്ക് എന്നുണ്ടാണെന്നാണ് ഞാനും കൊതിക്കുന്നത്. അവള് വേദനിക്കരുതെന്ന് വിചാരിക്കുന്നതിന്റെ മനസ്സിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് പ്രണവ്. അത് അവൾ ആഗ്രഹിക്കുന്ന സ്നേഹമായിരിക്കണമെന്ന് മാത്രം. അതുമാത്രം എൻ്റെ ആവശ്യം. ട്രസ്റ്റ് മീ ഡാ, ഞാൻ അവളുടെ കണ്ണിറക്കില്ല. പ്രാണം പോലെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. അവളില്ലെന്ന് ചിന്തിക്കുന്ന അടുത്ത നിമിഷം ഭ്രാന്തായി തീരും എനിക്ക്. തിരിച്ചവൾക്കും അങ്ങനെ തന്നെയാണ്. പൊന്നുപോലെ നോയിക്കോളാം ഞാൻ. സുഹൃത്തായി നീയും ബഷീർ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് അവളെപ്പോലെ അല്ലെങ്കിൽ അതിലും അധികമായിട്ട് ഞാൻ കൊതിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ മനസ്സിലാക്ക്. എബിന്റെ കണ്ണിൽ ആത്മാർത്ഥയിൽ ചങ്കൊന്ന് കത്തിയില്ലേ? ഉള്ളം കൈ വിയർക്കുന്നില്ലേ? അവനൊരു നോട്ടം തിരികെ കൊടുക്കാൻ പോലും കഴിയാത്തത്ര നെർവസായി പോകുന്നില്ലേ? ഭഗവാനെ, എന്തൊരു പരീക്ഷണമാണ്. ഇവന്റെ അഭിനയമാണെങ്കിൽ എന്റെ കണ്ണിലൊന്ന് കാണിച്ചു തരണേ.
മറിച്ച് സത്യമാണെങ്കിൽ എന്റെ വജ്രയെ പൂർണ്ണ മനസ്സോടെ തിരികെ കൊടുക്കാൻ എന്റെ ഹൃദയത്തിന് ശക്തി തരണേ. ഭഗവാന്റെ ശ്രീകോവിലിന് മുമ്പിൽ മുട്ടുത്തിരുന്നു പോയ എന്റെ മനസ്സ് എനിക്ക് എന്റെ മനസ്സിന് പൂർണ്ണ ബോധ്യം വരട്ടെ. എബിൻ മാത്യൂസിന്റെ വാക്കുകളിൽ ആത്മാർത്ഥത. അന്ന് നിനക്ക് ഞാനിതിന് മറുപടി പറയാം. എബിന്റെ മുഖത്ത് നോക്കാതെ മറ്റെവിടെയോ നോക്കി പറഞ്ഞ പ്രണവിനെ നെടുവീർപ്പോടെയാണ് എബിൻ നോക്കിയത്. അവന്റെ തോളിൽ കൈയിട്ട് ചേർത്ത് അടുപ്പിച്ചതും പ്രണവ് ഞെട്ടലോടെ തലയിരിച്ചു നോക്കി. ആ ഇളിച്ച ചിരിയാണ് ഇതെന്ത് കൂത്തെന്ന് കരുതാതിരുന്നില്ല. എബിന്റെ കണ്ണെത്തി നിൽക്കുന്നിടത്തേക്ക് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി. വജ്രയും ബഷീർ ഇരുവരെയും കണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ധൃതിയിൽ വരുന്നുണ്ട്. നീ തല്ലി പൊളിച്ചിട്ട ബൈക്കൊക്കെ അവള് കണ്ട കാരണം പറയേണ്ടി വരും. ചെവിക്കരിയിലേക്ക് അറിയാത്ത ഭാഗത്തിൽ മുഖം കൊണ്ടുവന്ന് പതിയെ പറഞ്ഞ പ്രണവിനെ ചിരിയൊതുക്കി പിടിച്ച് എബിയെ നോക്കി. അതൊക്കെ പഴയ പോലെ അറ്റൻഷനിൽ നിന്നിട്ട് എത്ര നേരായി, നീ പിന്നിലേക്ക് നോക്ക്. അടക്കി പറയുന്നതായിട്ട് വിശ്വാസം വരാതെ പ്രണവ് പിന്തിരിഞ്ഞു നോക്കി. ഗ്ലാസ് പൊട്ടിയതാണെങ്കിൽ കൂടി പെട്ടെന്ന് നോക്കുന്നവർ ശ്രദ്ധിക്കാത്ത വിധത്തിൽ പഴയ പോലെ നിരത്തി നിർത്തിയിട്ടുണ്ട് അവന്മാര്. എന്തോ പ്രണവിന്റെ ചുണ്ടിൻ കോളിൽ ചിരിമിന്നി. പെട്ടെന്ന് എന്നെ മാറ്റി ഗൗരവമാക്കി. ഏവന്മാർക്ക് ഇത്രയും സ്നേഹം നിന്നോട് എങ്ങനെ വന്നു? നീ കുറെ പെരുമാറിയിട്ടില്ല പണ്ടപ്പോഴേക്കോ? എന്ത് കൈവശാണ് നീ കൊടുത്ത്? ചോദ്യം കേട്ട് എബിൻ വല്ലാത്തൊരു ചിരിച്ചു. പ്രണവ് ചെറിഞ്ഞു നോക്കി. കൈവിഷമല്ലടാ, വിശ്വാസം. എബിൻ മാത്യൂസ് ചതിക്കില്ലെന്ന വിശ്വാസം, പിന്നിൽ നിന്ന് കുത്തിയില്ലെന്ന ധൈര്യം, ന്യായത്തിനൊപ്പം ഉണ്ടാവുമെന്ന വാക്ക്. തള്ളി പൊളിക്കുകയാണെങ്കിലും ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. നിന്നെ ഇളക്കാൻ വേണ്ടി പറഞ്ഞാണെങ്കിൽ പോലും വജ്രയെ പറഞ്ഞ വാക്കിന് ക്ഷമിക്കാൻ ഞാൻ രൂപ കൂടിയുള്ള പുണ്യാളനല്ലോ. ഞാൻ തള്ളി പൊളിച്ച ബൈക്കല്ല, ആരുടെ തലയാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. തിരിച്ചൊരു വാക്ക് മിണ്ടിയാൽ ചോര തുപ്പുന്ന പേടിയുണ്ട്. സസ്പെൻഷൻ എന്ന പേടിയൊന്നും എനിക്കില്ലെന്ന് മറ്റാരെക്കാളും അവർക്കറിയാം. ഇപ്പൊ ശരീരത്തിൽ കൈവച്ചാ പിന്നെ എന്റെ ദേഷ്യം തീരും മുമ്പ് നിർത്താൻ എനിക്കറിയില്ല. നിനക്കറിയാത്തല്ലോ അത്. പക്ഷെ നടന്നവൻ പറഞ്ഞാൽ ആ വജ്ര അറിയും, എല്ലാവരും അറിയും. ആൾക്കാർ സഹിക്കാൻ കഴിയില്ല, കരയും, പദം പറയും. എന്റെ സമാധാനം തന്നെ പോകും. എന്തിനാണതൊക്കെ? കൊടുക്കാനുള്ള തീർക്കാൻ സന്ദർഭങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കല്ലേ. അന്ന് നിന്നെ കൂടെ വിളിക്കാം. ഓഡിറ്റോറിയത്തിന്റെ ബാക്കിലിട്ടോ ഗ്രൗണ്ടിന്റെ അങ്ങേയറ്റത്തിട്ടോ പെരുമാറാം. ഇന്ന് കൊടുക്കാൻ കഴിയാത്ത പലിശ സഹിതം കൊടുക്കാം. വേണം കുടിക്കാം, ആരൊന്നും അറിയണ്ട. ചിരി വന്ന് കടിച്ചു പിടിച്ചു പോയി പ്രണവ്. ഉള്ളിൽ അതുവരെ തങ്ങിയ ദേഷ്യം മായ്ച്ചു കളയാൻ പാകത്തിന് കുസൃതിയോടെയാണ് അവനത് പറഞ്ഞത്. എങ്കിലും പരിഹാസത്തോടെ നോക്കിയുള്ളൂ. നീ വലിയ ഹീറോ ആണെന്നാണോ? അല്ല, നിന്റെ അളിയൻ. ചെറിഞ്ഞു നോക്കി മറുപടി കൊടുക്കുമ്പോഴും എബിന്റെ കണ്ണിൽ ആ കുസൃതി ഉണ്ടായിരുന്നു. പ്രണവിന്റെ മുഷ്ടി സ്വയം അറിയാതെ ചുരുണ്ടു. മനസ്സ് തിരമാല പോലെ പ്രക്ഷുബ്ധമാവാൻ നിമിഷ നേരം മതി. അവൾ തങ്ങൾക്കിടയിൽ അവൾ ഇരു മനസ്സുകൾ ത്രാസിലാടുമ്പോൾ അവൾ അവളുടെ ഹൃദയം കൊണ്ടിട്ടത് അവന്റെ തട്ടിലാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അസഹനീയമായ സത്യം. എബിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല. അവന്റെ വാണിംഗ് ഓർമ്മ വരുന്നു. ചതിക്കരുതെന്റെ നെഞ്ച്. അവനെ ഒന്ന് മനസ്സിലാക്കും വരെ നീ എന്റെ ജീവൻ കാത്തുവെക്ക്. മനസ്സ് മൗനമായ അലമുറയിട്ട് പോയി. വജ്രം നിറഞ്ഞ ചിരിയോടെ ബഷീറിന്റെ കൈ പിടിച്ച് ഓടി വന്ന് നിൽക്കുകയാണ്. എന്ത് സന്തോഷമാണ് അവിടെ കണ്ണിൽ. ആ ചിരിയിലെല്ലാ സങ്കടവും മറന്നു പോകുന്നു. എന്തൊരു ഭംഗിയുണ്ട് ഇപ്പോഴീ പിക്ചറിന്. പെർഫെക്റ്റ് ഫ്രെയിം അല്ലേ ബഷീർ? അത്യാഹ്ലാദത്തോടെ പറയുന്നവളെ മൂവരും ചിരിയോടെ നോക്കി. എബിന്റെ കണ്ണിൽ തെന്നി മാറുന്ന കുറുമ്പും കുസൃതിയും എല്ലാം ഇപ്പൊ ഇത്തിരി അളവ് കൂടിയിട്ടുണ്ട്. അത് ആസ്വദിക്കുന്നുണ്ടെങ്കിലും കണ്ണുരുട്ടി കാണിച്ച് നിരുത്സാഹപ്പെടുത്തുമ്പോൾ പരിഭവം കൊണ്ട് അവന്റെ ചുണ്ട് കൂടുന്നതിന് എന്ത് ഭംഗിയാണെന്ന് ഓർത്തു പോകും അവൾ. താടിത്തുമ്പിൽ പിടിച്ചൊന്ന് ഉലയ്ക്കാൻ തോന്നും. ബേബി മറക്കണ്ട, ബാത്തുവിന്റെ എൻഗേജ്മെന്റ് അടിച്ചു പൊളിക്കണം. കല്യാണത്തിന് ഇനി 1 വർഷം കഴിയണം. അതുകൊണ്ട് ഇത് നമുക്ക് മാക്സിമം ഉഷാറാക്കണം. നാളെ ഒരു എക്സ്ക്യൂസും പറയണ്ട. ഉച്ചനേരമൊക്കെ ആവും ചെക്കൻ്റെ ആൾക്കാരെത്താൻ. എന്നാലും നിങ്ങൾ 3 നാൾ രാവിലെ തന്നെ എത്തണം. എടലോ? വജ്രയുടെ തലക്കൊന്ന് കൊട്ടി എബിന്റെ കൈ പിടിച്ച് പ്രണവിന്റെ തോളിൽ കൈയിട്ട് പറഞ്ഞ ബഷീറിനെ അവർ 3 പേരും ചേർത്ത് പിടിച്ചു. ഞാൻ വരാതിരിക്കോ? നിങ്ങളുടെ ഈ സ്നേഹക്കൂട്ടിലേക്ക് എത്തിയ പിന്നെ പാത്തു എന്നെ കൂടി പെങ്ങളല്ലേ, നമുക്ക് കളറാക്കാന്ന ഈ പരിപാടി. എന്തിനും ഏതിനും ഞാനുണ്ടാവും. എബിൻ ചിരിയോടെ പറഞ്ഞിരുത്തുമ്പോൾ ബഷീറും വജ്രയും ഉള്ളവർന്ന് സന്തോഷിക്കുന്ന നേരത്ത് മനസ്സിന്റെ അസ്വസ്ഥയെ മറച്ചു പിടിക്കാൻ പാടുപെടുകയായിരുന്നു പ്രണവ്. ഇത്രയ്ക്ക് ജാട പാടില്ല. നിക്കടിയോടെ IT ഡിപ്പാർട്ട്മെന്റിലേക്ക് ലൈബ്രറിയിലേക്ക് തിരിയുന്ന കോർണറിൽ വെച്ച് വജ്രയെ കൈപ്പിടിച്ച് വലിച്ച് നീക്കി നിർത്തുമ്പോൾ എബിയുടെ മുഖത്ത് കാണുന്ന കുഞ്ഞു വാശിയിലേക്ക് അവൾ കൂർപ്പിച്ച് നോക്കി. ദേശക്ക ഇത്തിരി കൂടുന്നുണ്ടേ, ആരെങ്കിലും കണ്ടാ പിന്നെ? അവന് തോളിലേക്ക് അടി കൊടുത്തവൾ തൂണിന് മറവിലേക്ക് നീങ്ങി നിന്നു. ഇതൊക്കെ ഒരു മെമ്മറിയല്ലേ മോളെ. ഭാവിയിൽ നിന്റെ മടി കിടന്ന് എനിക്ക് ഓർത്ത് പറയാനുള്ള എന്റെ വീരസാഹസിക കഥയിലൊരു പേജ്. അതിങ്ങനെ നിരുത്സാഹപ്പെടുത്തല്ലേ നീ. താളത്തിൽ പറയുന്നവരെ നോക്കി അയ്യെന്ന് ചുണ്ടുചൊളുക്കി ചിരിച്ചു പോയവൾ ഓർമ്മ വന്ന പോലെ പരിഭ്രമത്തോടെ വായുപത്തി ചുറ്റും നോക്കി. നീ ഇങ്ങനെ നെർവസ് ആവാതെ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാം നീ. എന്നാൽ ഇത്രക്ക് വലിയൊരു കാര്യം എന്ന പോലെ നെറ്റി വിളിച്ച പെണ്ണിന്റെ കണ്ണിലേക്ക് നോക്കി അവൻ നിന്നു. നാളെ നീ പാത്തൂന്റെ അടുത്തേക്ക് വരുമ്പോ സാരി ഇടുകോ? ആർദ്രമായ അങ്ങേയറ്റ സ്നേഹവും പ്രണയവും കലർന്ന ശബ്ദം. മനസ്സും മുഴലും മഞ്ഞിലാകെ മുക്കിയെടുത്ത പോലെ രോമകൂപങ്ങളിൽ ഓരോന്നിലും വ്യാപിച്ച കുളിര് കണ്ണിലേക്ക് നാളത്തെ ഇരച്ചു കയറ്റിയപ്പോൾ
അവന് നോട്ടം താങ്ങാനാവാതെ ദൃഷ്ടി മറ്റെങ്ങോ പായിച്ചവൾ നേർമയായെന്ന് മൂളി. നാളെ എനിക്കൊരു സമ്മാനം വേണം, ഒത്തിരി മധുരമുള്ള സമ്മാനം. ആർത്തം ഗ്രഹിച്ച് കണ്ണുപിടച്ച് നോക്കുമ്പോഴേക്കും കാറ്റുപോലെ എങ്ങോ അവന് ഓടി മറഞ്ഞിരുന്നു. കരിമ്പച്ച കളറുള്ള സോഫ്റ്റ് സിൽക്ക് സാരി ഞൊറിഞ്ഞെടുത്ത് മുന്നിലുള്ള കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ തലേദിവസം സേബിയുടെ കണ്ണിൽ തെളിഞ്ഞു കണ്ട പ്രണയവും കുറുമ്പ് ഓർത്തെടുത്ത് മനമേ ഏതൊക്കെയോ വർണ്ണങ്ങളിൽ മുങ്ങി നിവർന്ന് നെഞ്ചിന്റെ താളം മുറുക്കി. ചുവന്ന പട്ടിന്റെ ബ്ലൗസിൽ ആ കരിമ്പച്ച തിളക്കം അവൾക്കേറെ ഇണങ്ങുമെന്ന് രാവേറെ നീണ്ടിരുന്ന സംസാരത്തിലെപ്പോഴോ ഒരിക്കൽ അവൻ തന്നെയാണ് പറഞ്ഞത്. അതോർത്തു വെച്ച് അമ്മയ്ക്കൊപ്പം ഷോപ്പിംഗ് പോയൊരു ദിവസം വാങ്ങി വെക്കുമ്പോൾ മനസ്സ് നിറയെ എബി തന്നെ ഈ വേഷത്തിൽ കാണുന്ന നിമിഷത്തിന്റെ തരിപ്പായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ സമ്മതമറിയിക്കാൻ അമാദിക്കാതിരുന്നത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.